എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. വളരെ രുചിയേറിയ തക്കാളി ചിക്കൻ കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. തക്കാളി അരച്ച് തയ്യാറാക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 3 വലിയ തക്കാളി എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. തൊലിയും കുരുവൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. മുഴുവനായിട്ട് അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല തിക്കായിട്ട് അരച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ചൂടായ പാനിലോട്ട് ഒരു 1.5-2 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ചെറിയ കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു, ഒരു തക്കോലം ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് കണ്ടില്ലേ, ഇത്രയും നല്ലോണം വഴറ്റണം കേട്ടോ. ഇങ്ങനെ കളറ് നല്ലോണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് 1 മിനിറ്റ് വരെ വഴറ്റിയെടുക്കാം. മുളക് പൊടി ഞാൻ കാശ്മീരി മുളകും സാദാ മുളകും മിക്സ് ചെയ്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് പൊടി ചേർക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടികൾ ചേർത്ത് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തക്കാളി അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വരെ വെള്ളം ചേർത്തിട്ടുണ്ട്. അതും കൂടി നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. ഞാൻ ഏകദേശം 1 ടീസ്പൂണിലധികം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇത് തിളച്ച് തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് അടച്ചു വെക്കുക. എന്നിട്ട് 10 മിനിറ്റ് ചെറിയ തീയിൽ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മൾ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും പൊടികളും ഒക്കെ കൂടി നല്ലതുപോലെ വെന്ത് യോജിച്ച് വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ വെന്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ്. ഞാനിവിടെ 750 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ മസാല പിടിച്ചിരിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, അതായത് വലിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ചിക്കൻ മസാലപ്പൊടി ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് മീറ്റ് മസാല പൗഡറാണ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീഫ് മസാല ആണെങ്കിൽ പോലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു കറി മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ചിക്കനിലുള്ള വെള്ളം തന്നെ മതിയാവും. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതിൽ വെള്ളമൊന്നും എക്സ്ട്രാ അധികം ചേർത്തിട്ടില്ല എങ്കിൽ പോലും ആകെ നമ്മൾ തക്കാളി അരച്ച മിക്സിയിൽ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തത് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കുന്ന സമയത്ത് ചിക്കനിൽ നിന്നൊക്കെ ധാരാളം വെള്ളം ഇറങ്ങി വന്ന് പാകത്തിനുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു തിക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കുന്നില്ല. ഞാൻ ഏറ്റവും അവസാനം ഇതിൽ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. എല്ലാ ടേസ്റ്റും കൂടി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ചേർത്തതാണ്. അല്ലെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറി അടുപ്പത്തു നിന്ന് മാറ്റാം. വളരെ രുചിയേറിയ നമ്മുടെ തക്കാളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്